Friends, welcome to the channel. 𝙑𝙞𝙙𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കേസ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി സ്പീച്ചിൻ്റെ കേസ് പറഞ്ഞ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിങ്കയുടെ കേസ് തന്നെയാണ്. രണ്ടും കൊറിയൻ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ, മെയ്ഡ് ഇൻ കൊറിയ തന്നെയാണ്. അതുപോലെ രണ്ടിനും നമുക്ക് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു 5 to 8 ഫീറ്റിൻ്റെ ഇടയിൽ നമുക്ക് നിലത്ത് വീണ് കഴിഞ്ഞാലും നമ്മുടെ ഫോണിനൊന്നും പറ്റില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ ഉള്ള, എന്ന് വെച്ചാൽ അതിൻ്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുണ്ട്. എന്ന് വെച്ചാൽ എയർ കുഷൻ ടെക്നോളജി ഒരു സംഭവം ഇതിനുണ്ട്. അപ്പോൾ അതിനുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ് ഈ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ ഫോൺ OnePlus 80ക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് OnePlus 9 6 അതുപോലെ മിക്ക എല്ലാ പ്രീമിയം ബ്രാൻഡിനും നമുക്ക് പ്രീമിയം ഫോണുകൾക്ക് നമുക്ക് റിങ്കയുടെ കേസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള 9R അതുപോലെ 80 9 Pro OnePlusൻ്റെ അതുപോലെ സാംസങ്ങിൻ്റെ ഒക്കെ നമുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. പിന്നെ വേറെ ഏതാണെങ്കിലും നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആമസോണിൽ അവൈലബിൾ ആണ് കുറേയൊക്കെ. പക്ഷേ എല്ലാം ഒരു 1300 ആ റേഞ്ച് 1200 റേഞ്ചിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നമുക്കിപ്പോൾ ഒരു 10-30,000 കൊടുത്ത് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു 1000 എമൗണ്ട് മുടക്കണതിലും മോശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ ഫോൺ വീഴാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പൈസ പോകാനായിട്ടും ഭേദം തന്നെയാണ് ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന പോലെ എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ നമ്മുടെ ബോക്സിൽ വന്ന കേസ് അടയ്ക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല കേസ് തന്നെയാണ്. പക്ഷേ കുറച്ച് തിന്നാണ്, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം നിലത്ത് വീണ് കഴിഞ്ഞാൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഇതിനുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഫ്രീ തരുന്നതൊക്കെ ആണല്ലോ. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് യെല്ലോ കളറാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി വറീഫ്രീ ആയിട്ടിരിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ആദ്യം വാങ്ങിച്ചത്, സ്പീച്ചണം മാച്ചതും വാങ്ങിച്ചത്. അപ്പോൾ ഇത് റിങ്കയുടെ ബോക്സാണ് കാണുന്നത്. നമുക്കത് പരിചയപ്പെടാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാത്തവർ അത് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ കവർ വരുന്നത്. ഞാൻ ഫോണിൽ ആൾക്കാരൊന്ന് നീക്കി വയ്ക്കാം. ഇതാണ് കവർ വരുന്നത്. റിങ്കയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, സീൽഡാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഫ്യൂഷൻ എക്സ് എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ കുറേ ടൈപ്പ് അവൈലബിൾ ആണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസാണ്. ട്രാൻസ്പെറൻ്റ് ഇല്ലാത്ത സംഭവം നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം കേട്ടോ. അതുപോലെ ഇക്കോ പാക്കേജിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു ടെക്നോളജീസ് പ്രൈവറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇമ്പോർട്ടഡ് എന്ന് പറയുന്നതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP വരുന്നത് 1599 എനിക്ക് കിട്ടിക്കുന്നത് 1299 ആ പ്രൈസാണ് കിട്ടിക്കുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഇമെയിൽ കസ്റ്റമർ സപ്പോർട്ടൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഞാൻ മെയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഷിപ്പിംഗ് നല്ല തന്നെയാണ്, മെയ്ഡ് ഇൻ കൊറിയ കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഓപ്പണിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാം. അതിന് സംഭവം പിന്നെ ഈ സ്കാൻ ദിസ് QR കോഡ് ടു രജിസ്റ്റർ ഫോർ വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് രജിസ്റ്റർ ചെയ്യണം. ആൻഡ് വിൻ സ്റ്റോർ ക്രെഡിറ്റ് ഫോർ എവരി രജിസ്ട്രേഷൻ എന്നിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് വാറണ്ടി വരുന്നതാണ്. ഞാൻ പറയാൻ മറന്നത് 1 year വാറണ്ടി വരുന്നതാണ്. ഇത് നമുക്ക് ഈ സംഭവം സ്ക്രാച്ചൊന്നും ആവില്ല, സ്ക്രാച്ച് പ്രൂഫാണ്. അതുപോലെ യെല്ലോ കളറോ ആവില്ല എന്നാണ് അവർ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എങ്ങനെയാണ് വെക്കണേന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. റിമൂവ് ഔട്ട്സൈഡ് ഫിലിം, റിമൂവ് ഇൻസൈഡ് ഫിലിം, 2 സൈഡിലും ഫിലിം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇൻസൈഡിൽ ഫിലിം ഒന്നും കാണാനില്ല, ഔട്ട് സൈഡിൽ 2 സൈഡിലുണ്ടെന്ന് തോന്നിട്ടാ. എന്തായാലും നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഇതൊരു ഫ്യൂഷൻ എക്സ് എന്ന് പറഞ്ഞൊരു ഡിസൈനായിട്ട് വരുന്നത്. വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് കീഴിട്ടൊക്കെയാണ്, നല്ല ലുക്കാണ്. റിങ്കയുടെ ബ്രാൻഡിങ് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സംഭവമൊക്കെ അവൈലബിൾ ആയിട്ട് അവർ കമ്പനിക്കാർ തന്നെ നമ്മുടെ ആമസോണിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ അടിക്കാനുള്ള സംഭവങ്ങളാണിത്. റിങ്കയുടെ ബ്രാൻഡിങ് ഉണ്ടാവും നമ്മുടെ ഇതുമ്മേ. അതുപോലെ ഉള്ളിലുണ്ടാവും കണ്ടു. റിയർ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. അതുപോലെ മെയ്ഡ് ഇൻ കൊറിയ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ നോർമൽ കേസിനൊന്ന് ഊരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇൻസൈഡ് ഫിലിം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇൻസൈഡ് ഫിലിം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഒരു ശരിക്കും നമ്മൾ എന്താ പറയുക, സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന പോലെയാണ് ഒട്ടിച്ചിരിക്കണതെന്ന് തോന്നുന്നു. പുറത്തത്തെ കാണുന്നുണ്ട്, ഇൻസൈഡ് ഉണ്ട്, ഉള്ളിലുണ്ട് കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തത്തെ ആദ്യം പൊളിക്കാം. ഇത് പൊളിക്കാനാണ് കുറച്ച് പാട്. നമ്മുടെ കത്തി വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് തിരിച്ച് വരാട്ടെ. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു നൈഫിൻ്റെ ആവശ്യം വേണ്ടി വന്നു. എന്തായാലും നമുക്കിത് നമ്മുടെ OnePlus ഫോൺ എന്തെങ്കിലും വെച്ച് നോക്കാം, കറക്റ്റ് ആയിട്ടായിരിക്കും എന്തായാലും. അപ്പോൾ 9R നിങ്ങളുടെ കയ്യിൽ ഫോൺ 9R ഉണ്ടെങ്കിൽ നമുക്ക് ഈ 80യുടെ കേസ് വാങ്ങിക്കട്ടെ. എന്താ വെച്ചാൽ രണ്ടും കോമ്പാറ്റബിൾ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 80 ഉപയോഗിക്കുന്നവർക്ക് 9R വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 9R മുമ്പിലേക്ക് 80യുടെ കേസും വാങ്ങിക്കാം. രണ്ടും സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ചെറിയ ഒരു ഗ്യാപ്പ് ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ അത് വലിയ നോട്ടീസബിളൊന്നുമല്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല കറക്റ്റ് ആപ്റ്റാണ്, കറക്റ്റ് പ്രൊട്ടക്ഷനാണ്. അത്യാവശ്യം ഞാൻ നമ്മുടെ കോയിനൊക്കെ വെച്ച് ഉരച്ചൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ക്രാച്ച് ഫ്രീ ഒന്നും സ്ക്രാച്ചായിട്ടൊന്നും വരുന്നില്ല.
അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാൻ തോന്നുന്നു വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഫിനിഷിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രൈസ് കൊടുത്തതിനുള്ള ക്വാളിറ്റി എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, വാല്യൂ ഫോർ മണി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു സ്പീജനായിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടമായത് റിങ്ക തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സ്പീജൻ്റെ കുറച്ച് ഇത് റബ്ബറിഷാണ്, ഇത് കുറച്ച് ഒരു ഫൈബർ പോലത്തെ എന്തോ സംഭവമാണ്, മറ്റേത് കുറച്ച് റബ്ബറിഷാണ്. അത് കാരണം അതിന് ഗ്രിപ്പ് ഉണ്ടാകുന്നില്ല. ഇത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രിപ്പ് ഉണ്ട്, പക്ഷേ പോർട്ടകളൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് അവരുടെ തന്നെ റിങ്കേനെ ശരിക്കും നമുക്കൊരു എന്താ പറയുക ടാഗ് ഇടാനുള്ള അവർക്ക് ടാഗ് ഉണ്ടോ ആക്ച്വലി നമുക്ക് അവരുടെ ടാഗ് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കിട്ടും, താല്പര്യമുള്ളവർക്ക് നോക്കട്ടെ. ഞാൻ ആദ്യം നോക്കിയതാണ്, പിന്നെ എനിക്ക് ടാഗിൻ്റെ ആവശ്യം വരില്ല, പോക്കറ്റിൽ വെക്കണതാണല്ലോ. പിന്നെ ടാഗ് സിംഗിളായിട്ട് അവൈലബിൾ, അതാണ് ഒരു കുഴപ്പം. ഇതായി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ടാഗ് ഇടാനുള്ള സംഭവമാണ് ഇത് കാണുന്നത്. എന്നൊക്കെ പോക്കറ്റിൽ നിന്ന് കയ്യിലൊക്കെ പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ബ്രാൻഡിങ് ആയിട്ട് ഇവിടെ ഫ്യൂഷൻ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഇവിടെയും നമ്മുടെ ടാഗ് ഇടാനുള്ളത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോർട്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ, കൊള്ളാം. എന്തായാലും എന്ന് വെച്ചാൽ കേസ് ഇട്ടെന്ന് തോന്നുന്നില്ല, ഒരു ലൈറ്റ് കേസ് തന്നെയാണ്, ഭയങ്കര ബൾക്കി കേസൊന്നുമല്ല. എന്തായാലും താല്പര്യമുള്ളവർക്ക് റിങ്കയുടെ കേസ് നോക്കാം, നല്ല ക്വാളിറ്റി സംഭവം തന്നെയാണ്. എന്താ വെച്ചാൽ സ്വീജനെ കമ്പയർ ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റി അതേ സർട്ടിഫിക്കേഷനൊക്കെ വരുന്ന ഒരു കേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോക്സിൽ വരുന്ന കേസിനായിട്ട് നിങ്ങൾക്ക് ഫോണിനെ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, എന്തായാലും നല്ല തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, ലൈക്ക് കുറേ പേര് അടിക്കുന്നില്ല, അതുപോലെ കുറേ പേര് കണ്ടുപോകണമെന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.